ഹലോ ഗായ്സ്, നമ്മളിന്ന് മുരിങ്ങയിലപ്പൂ തോരൻ വെക്കുന്ന കേട്ടോ. അതിന് നമ്മൾ മുരിങ്ങയില പറിക്കാൻ വന്നേക്കുവാണേ. വീടിൻ്റെ അടുത്ത ഒരു പറമ്പാണ്. അപ്പോൾ അവിടെ മുരിങ്ങയുണ്ട്. അവിടെ നന്നായിട്ട് പൂവിട്ട് നിൽക്കുവാണേ. അപ്പോൾ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ഇതേ കുഞ്ഞായി ഉണ്ട്. കുഞ്ഞായും ഞാനൂടെ അത് പറിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ചെറിയൊരു തോട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ തോട്ടി കൊണ്ട് പതിയെ കുനിച്ച് നമ്മളത് എടുക്കുവാണേ. ഒത്തിരി ബലത്തിൽ പിടിച്ചാൽ അത് ഒടിഞ്ഞു പോവും. ആ കമ്പിന്, മുരിങ്ങയുടെ കമ്പിനൊട്ടും ബലമില്ല. പൂ കിടക്കുന്നുണ്ടോ, നല്ല ഭംഗിയില്ല പൂവ്. അപ്പോൾ ഇതെല്ലാം പറിച്ച് നമുക്കിന്ന് ഒരു മുരിങ്ങയില തോരൻ ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് വളച്ച് അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ പൂവുണ്ട്. എന്നാൽ പണ്ട് ഈ മരത്തേലൊക്കെ, ഞങ്ങളുടെ അവിടെ ഇടുക്കിയിലൊക്കെ മരത്തേലൊക്കെ ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ പൂന്ന് പറഞ്ഞ സൈസ് വെള്ളപ്പൂവ് ഉണ്ടാവുമായിരുന്നേ. ആ പൂവ് പോലെ ഉണ്ട് ഈ പൂവ്. ഇത് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കാണിങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയായി ഇത്. എന്താ ഇതുപോലെ ഇങ്ങനെ ആ മുരിങ്ങ നിറച്ചിങ്ങനെ കൊല കുത്തി കിടക്കുവാണ് പൂവ്. അപ്പുറത്തെ സൈഡിലുണ്ട്. കുറേ ഒന്നും നമുക്ക് എത്തൂല കേട്ടോ. കുറച്ച് നമ്മുടെ വീടിൻ്റെ സൈഡിലോട്ടൊക്കെ നിൽക്കുന്നേ നമുക്ക് എത്തുള്ളേ. അപ്പം ഞാനും കുഞ്ഞും കൂടെ പൂ പറിക്കാവേ. എന്ത് രസമല്ല അങ്ങനെ കിടക്കുന്ന കാണാനായിട്ട്. കൊല ഇതെല്ലാം പിന്നെ നമ്മൾ ഈ കൊലയിൽ നിന്ന് നമ്മൾ അടത്തി എടുത്തിട്ട് വേണം തോരൻ വെക്കാനായിട്ട്. ഇതേ നമുക്കൊരു ചെരുവം നിറച്ച് പൂ കിട്ടിയിട്ടുണ്ട്. നിറച്ചുണ്ട് കേട്ടോ. അയ്യോ, എന്ത് രസമാണ് കാണാനായിട്ട്. നല്ല പച്ചയും വെള്ളയും എല്ലാം കൂടെ കൂടിച്ചിട്ട് അടിപൊളിയല്ലേ. അപ്പം നിങ്ങൾ മുരിങ്ങയില തോരനൊക്കെ വെക്കാറുണ്ട്, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഈ പൂ പറിക്കുന്നതുകൊണ്ട് ഇപ്പോഴും അക്കു ഇതെല്ലാം കണ്ടത്. അക്കു ഓടി വന്ന് പൂ എടുത്ത് കുറച്ച് പൂ താഴെയും കളഞ്ഞവൻ. മണത്തൊക്കെ നോക്കുന്നുണ്ടോ, മണമുണ്ടോയെന്ന്. പുള്ളിയോ പച്ചക്കറിയോ ഇലകളോ ഒന്നും കഴിക്കത്തില്ലേ. ഞാൻ കഴിക്കൂല എന്നൊക്കെ അത് എടുക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. എന്നെ കൊണ്ടൊക്കെ നമ്മൾ കഴിപ്പിക്കൂലോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.